എവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2021 കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. രണ്ടാമത്തെ സ്റ്റേജിലെ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? 1. പാശ്ചാത്യരുടെ സ്വാധീനത്താൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. 2. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. 3. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരി. അതായത് പാശ്ചാത്യരുടെ സ്വാധീനത്താൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. 2. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി പി കൃഷ്ണൻപിള്ള, ഓപ്ഷൻ സി കെ ദാമോദരൻ, ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. AV കുഞ്ഞമ്പു ആണ്. അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. മൂന്നാമത്തെ ചോദ്യം, 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. 1. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചൂട്ടിയമ്മ. 2. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി. 3. ക്ഷേത്രപ്രവേശന പരിപാടി, PM കമലാവതി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുകളിൽ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയാണ്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. 2. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. 3. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് ലോർഡ് കഴ്സൺ പുറപ്പെടുവിച്ചു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതോടൊപ്പം തന്നെ ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചിട്ട് ഉള്ളതായിരുന്നു. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. പൂർണ്ണമായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. 2. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥയും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. 3. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആറാമത്തെ ചോദ്യം, ധഗ്സാല എന്ന ഭൂമി റവന്യൂ സംവിധാനം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇൽത്തുമിഷ, ഓപ്ഷൻ ബി ഷേർഷാ, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി ഔറംഗസീബ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അക്ബർ ആണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ എ ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. ബി റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ, ജർമ്മനിയിലെ കലാപം. സി ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. ഡി ജർമ്മനിയിലെ കലാപം, ഹബ്സ്ബർഗിന്റെ തകർച്ച, ഐക്യരാഷ്ട്ര സഭ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്.
എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ദേശീയ പരമാധികാരമെന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2, സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയാണ്. അതായത് പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ഇവിടെ ശരിയാണ്. 9ാമത്തെ ചോദ്യം, സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അമേരിക്കൻ വിപ്ലവം, ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, റഷ്യൻ വിപ്ലവം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതാണ്? ഓപ്ഷൻ എ അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു സ്വകാര്യ മേഖല, ഒരു സമ്മിശ്ര വ്യവസ്ഥ. ബി അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ സി അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു സ്വകാര്യ മേഖല, ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ ഡി അതിവേഗ വ്യവസായ കാർഷിക മേഖലയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു സ്വകാര്യ മേഖല, ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? 1, അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ട് എന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. 2, കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതും ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റും 2ാമത്തെ സ്റ്റേറ്റ്മെന്റും 3ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? 1 മംഗലപ്പുഴ, 2 ഇടമലയാർ, 3 ഗായത്രി പുഴ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മംഗലപ്പുഴയും ഇടമലയാറും പെരിയാർ നദിയുടെ പോഷക നദികളാണ്. 13ാമത്തെ ചോദ്യം, 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തിലെ ഡിവിഷനുകളും ലിസ്റ്റ് 2ൽ കൊടുത്തിരിക്കുന്നത് നദികളുമാണ്. എ പഞ്ചാബ് ഹിമാലയം. പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഇൻഡസ് ടു സത്ലജ് ആണ്. 2 ഇവിടെ വരുന്നത് കുമയൂൺ ഹിമാലയം. കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് ടു കാളിയാണ്. നേപ്പാൾ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് കാളി ടു ടീസ്തയാണ്. ആസാം ഹിമാലയം എന്ന് പറയുന്നത് ടീസ്ത ടു ബ്രഹ്മപുത്രയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? 1 മർദ്ദവ്യത്യാസങ്ങൾ, 2 കോറിയോലിസ് ഇഫക്റ്റ്, 3 ഘർഷണം. താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാറ്റിന്റെ ദിശയും ഗതിയും ബാധിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദവ്യത്യാസങ്ങൾ, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം എന്നിവ. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിലാണ് സംഭവിക്കുന്നത്.
2 ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാവുന്നു. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 16ാമത്തെ ചോദ്യം, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 ആയി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1. ധനക്കമ്മി GDP-യുടെ 5% കുറയ്ക്കണം. 2. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം. 3. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കുക. NNBയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. ഓപ്ഷൻ എ 5600 കോടി, ഓപ്ഷൻ ബി 5200 കോടി, ഓപ്ഷൻ സി 4800 കോടി, ഓപ്ഷൻ ഡി 4400 കോടി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 4800 കോടി. 18ാമത്തെ ചോദ്യം, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. ബാങ്ക് നിരക്ക്, 2. വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, 3. തുറന്ന വിപണി പദ്ധതികൾ. മേൽപ്പറഞ്ഞവയിൽ ശരി ഏത്? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാം ശരിയാണ്. അതായത് ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ എന്നിവ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ കാലക്രമ പട്ടിക ഏതാണ്? 1. സമഗ്ര വളർച്ച, 2. ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, 3. കാർഷിക വികസനം, 4. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 20ാമത്തെ ചോദ്യം, 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ഇത്തരം ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പൊതുവെ നൊബേൽ സമ്മാനമെല്ലാം വളരെ ആഴത്തിൽ ചോദിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് നൊബേൽ സമ്മാനത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റത്തിന്റെ കണ്ടുപിടുത്തത്തിനും. 21ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 22ാമത്തെ ചോദ്യം, ഇലക്ടറൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 23ാമത്തെ ചോദ്യം, അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്? 1. ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. 2. ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. 3. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മുകളിൽ പറഞ്ഞത് എല്ലാം തന്നെ ശരിയാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1,
ഓപ്ഷൻ ബി അധികാരി എന്ന വാക്ക്, ഓപ്ഷൻ സി ആമുഖം, ഓപ്ഷൻ ഡി ഭാഗം 3. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആമുഖം. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ഒഡിയ, ഓപ്ഷൻ സി മലയാളം, ഓപ്ഷൻ ഡി തമിഴ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹിന്ദി. ഒഡിയ, മലയാളം, തമിഴ് എന്നിവ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളാണ്. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? 1 ആസാം, 2 നാഗാലാൻഡ്, 3 അരുണാചൽ പ്രദേശ്, 4 മിസോറാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ സംസ്ഥാനങ്ങളുടെ മേലെല്ലാം അധികാരപരിധി ഗുവാഹത്തി ഹൈക്കോടതിക്ക് ഉണ്ട്. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടുപിടിക്കുക. 1 ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. 2 രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 3 അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റും 3ാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ്. 28ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്നാൽ 1 ന്യായീകരിക്കാവുന്നവ, 2 സമ്പൂർണമായവ, 3 നെഗറ്റീവോ പോസിറ്റീവോ ആകാം, 4 ഭേദഗതി വരുത്താവുന്നവ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഇവിടെ തെറ്റാണ്. 29ാമത്തെ ചോദ്യം, ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി, ഓപ്ഷൻ സി ഡോക്ടർ ഇന്ദ്രജിത് പ്രസാദ് ഗൗതം, ആൻഡ് ഓപ്ഷൻ ഡി ശ്രീമതി ജസ്റ്റിസ് അഭിലാഷ കുമാരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ് ആണ് ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? ഓപ്ഷൻ എ 73ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 74ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 72ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 74ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് പാർട്ട് 9A ചേർത്തത്. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് പോക്സോയെ കുറിച്ച് ശരിയായിട്ടുള്ളത്? 1 ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം. 2 പോസ്കോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്. 3 കേസുകൾ ഇൻ ക്യാമറ ട്രയലാണ്. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം, സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ബെന്യാമിൻ, ഓപ്ഷൻ ബി ജസ്റ്റിസ് KT തോമസ്, ഓപ്ഷൻ സി സക്കറിയ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജസ്റ്റിസ് KT തോമസ് ആണ് സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 34ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി കൂടിയാട്ടം, ഓപ്ഷൻ ഡി രാമനാഥ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മുടിയേറ്റ്. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ എ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം, ഓപ്ഷൻ ഡി തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം.
ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 36ാമത്തെ ചോദ്യം, 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ എ മഹർഷി, ഓപ്ഷൻ ബി താജ്മഹൽ, ഓപ്ഷൻ സി അസുരൻ, ഓപ്ഷൻ ഡി പിങ്കാര. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, താജ്മഹൽ. 37ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 1. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ആണ്. 2. ഇതൊരു ഇൻട്രാനേസൽ, അതായത് മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിൻ ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ആണ്. 38ാമത്തെ ചോദ്യം, മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സ്ക്വാഷ്, ഓപ്ഷൻ ബി ബില്യാർഡ്സ്, ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. 38ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ടേബിൾ ടെന്നീസ്. മാണിക ബത്ര എന്ന് പറയുന്നത് വളരെ പ്രശസ്തയായ ടേബിൾ ടെന്നീസ് താരമാണ്. 39ാമത്തെ ചോദ്യം, അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി അരവിന്ദ് അഡിഗ, ഓപ്ഷൻ സി അനീസ് സലീം, ഓപ്ഷൻ ഡി ആനന്ദ് നീലകണ്ഠൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആനന്ദ് നീലകണ്ഠൻ. ആനന്ദ് നീലകണ്ഠന്റെ കൃതിയാണ് അസുര കീഴടക്കിയവരുടെ കഥ. 40ാമത്തെ ചോദ്യം, ആരാണ് വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് വാല സമുദായ പരിഷ്കരണി സഭ. 41ാമത്തെ ചോദ്യം, ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം, ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയ ഡേറ്റ കണ്ടെത്തുന്നതിനുള്ള സമയം, ഓപ്ഷൻ സി ഒരു നിശ്ചിത സ്ഥാനത്ത് സംഭരിച്ച ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട സമയം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും അത് വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയത്തെ വിളിക്കുന്ന പേരാണ് ആക്സസ് സമയം. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന്റെ ഒരു ഉദാഹരണം? ഓപ്ഷൻ എ ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക, ഓപ്ഷൻ ബി റൗണ്ട് റോബിൻ, ഓപ്ഷൻ സി അവസാനത്തത് ആദ്യം, ഓപ്ഷൻ ഡി ഏറ്റവും ചെറിയ ജോലി ആദ്യം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. 43ാമത്തെ ചോദ്യം, ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? ഓപ്ഷൻ എ മെഷ്, ഓപ്ഷൻ ബി സ്റ്റാർ, ഓപ്ഷൻ സി റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ട്രീ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്റ്റാർ ആണ്. 44ാമത്തെ ചോദ്യം, റോമൻ നമ്പർ സിസ്റ്റം എന്നത് ഓപ്ഷൻ എ സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ്, ഓപ്ഷൻ ബി സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്, ഓപ്ഷൻ സി രണ്ടും, അതായത് എയും ബിയും ശരിയാണ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. 45ാമത്തെ ചോദ്യം, ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്? ഓപ്ഷൻ എ ഒരു ഡൈമെൻഷണൽ ഗ്രാഫിക്സ് ആണ്, ഓപ്ഷൻ ബി ദ്വിമാന ഗ്രാഫിക്സ് ആണ്, ഓപ്ഷൻ സി ത്രിമാന ഗ്രാഫിക്സ് ആണ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ആൻസർ. 46 മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി.